നന്ദിനി ദേ താങ്ങിയൊരമ്മേ, ആളുകളെ കുറച്ചുകൂടി നന്നായിട്ട് പെരുമാറാൻ പഠിപ്പിച്ചൂടെ? എന്തിനാ എല്ലാരും ഇങ്ങനെ വെറുപ്പിക്കുന്നെ? എന്ത് നേട്ടം അതുകൊണ്ട്? വീട്ടിലൊരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാ പുറത്തുനിന്ന് എത്ര ആളുകൾ വരുന്നതാ? അവരുടെ മുൻപിൽ കിടന്ന് അമ്മയും മോനും തമ്മിൽ അടി കൂടുന്നത് ശരിയാണോ? ആളുകൾക്ക് ഈ കുടുംബത്തിനെ കുറിച്ച് എന്താ കരുത്? ഇവരെയൊന്നും അല്ല ആളുകൾ പറയാ, യതീന്ദ്രൻ സാറിനെ പറ്റിയല്ലേ. യതീന്ദ്രൻ സാറിന്റെ കുടുംബത്തിന് അച്ചടക്കം ഇല്ലാന്നല്ലേ പറയാ. അതിനിടയില ആളെക്കാളും നീളമുള്ള ഒരു ഫ്ലക്സും കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നെ. അതെന്തിനാ? അതെന്തിനാ വെച്ചേ? ഫ്ലക്സ് അടിച്ച കാര്യം മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ. അതിനു മുമ്പ് ഒരു കല്യാണക്കത്ത് അടിച്ചിരുന്നു. അതില് എന്റെ ഭാര്യയുടെ പേര് വെക്കണ്ടെന്ന് തീരുമാനിച്ചല്ലോ. അത് കേട്ടാൽ എനിക്ക് വിഷമമുണ്ടാവില്ലേ? ഇല്ലേ? അല്ല, അതെന്താ മനസ്സിലാകാത്തത്? ഞാൻ ദേവിയോടെ ചോദിക്കുന്നത്. അങ്ങനെ എന്റെ ഉള്ളു പൊള്ളിയിട്ടുണ്ടെങ്കിൽ ആ പൊള്ളിൽ മറികടക്കാൻ വേണ്ടിയിട്ട് ഞാനും ചിലത് ചെയ്യും. അതിലാർക്കും പരാതി തോന്നിട്ട് കാര്യമൊന്നുമില്ല. എന്റെ ദേവി, ഇതിപ്പോ ഒരു തവണയാണോ? എത്ര തവണയായി ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നു? എന്നിട്ട് എല്ലാവർക്കും ദേഷ്യം വന്ന എന്റെ തലയിലേക്കാ വരുന്നത്. അതെന്താ മനസ്സിലാവാത്ത? ദേവിയോട് തന്നെ ഞാൻ ഈ ചോദിക്കുന്നത്. അതെ, ഞാൻ ഡീസന്റ് ആയിട്ട് നടക്കാന്ന് പറഞ്ഞല്ലോ. ദേവി, എന്നെ കൊണ്ടൊന്നും പറയിക്കല്ലേ. ഡീസന്റായിട്ട് നടക്കും. കള്ളും കുടിച്ച് തലകുത്തി നടക്കുന്നല്ലേ? കണ്ടതല്ലേ ആ ഫോട്ടോഷൂട്ടിന്റെ ദിവസം? അത് ഒരബദ്ധം പറ്റിപ്പോയി. ഇനി കുടിക്കില്ലാന്ന് സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാ. പക്ഷേ അതിന് തൊട്ട് സത്യം ചെയ്യാൻ ഒരു തല കിട്ടണ്ടേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ തല വെട്ടി അവിടെ മേശപ്പുറത്ത് വെക്കാം. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വന്ന് സത്യം ചെയ്യാലോ. എന്നിട്ട് ആ സത്യം പാലിക്കാതിരിക്കുകയാണെങ്കിൽ അതങ്ങ് പൊട്ടിത്തെറിച്ചോട്ടെ. ദേവി, ഞാൻ കാര്യമായിട്ട് ചോദിക്കുക, ഇന്നത്തെ ഫംഗ്ഷന് ഞാൻ നല്ല രീതിയിൽ പെരുമാറണോ വേണ്ടയോ? നല്ല രീതിയിൽ പെരുമാറണമെങ്കിൽ എനിക്കിഷ്ടമുള്ളവര് എന്നോട് നന്നായിട്ട് പെരുമാറണം. എന്നോട് മിണ്ടണം, ചിരിക്കണം. നന്നായിട്ട് പെരുമാറണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ദേവി. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടി എല്ലാം കൂടി കൊളാക്കില്ലേ? അതല്ല പ്രശ്നം. അതെ, കുളമാക്കിയില്ലെങ്കിൽ മിണ്ടുവോ, ചിരിക്കോ? ദേവി, അതെ, വെറുതെ ദേവിയെ ബുദ്ധിമുട്ടിക്കണ്ട. പറയാനുള്ളത് എന്നോട് പറഞ്ഞോ. ഒരു തല കിട്ടിയാൽ ആ വാക്കങ്ങ് പാലിക്കാമായിരുന്നു. തൊട്ടോ, വാക്ക് പറഞ്ഞോ. എന്നിട്ട് എനിക്ക് എന്തേലും പറ്റട്ടെ? എടോ, തനിക്ക് ഒന്നും പറ്റില്ല. കാരണം ഞാൻ ഇനി വാക്ക് തെറ്റിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ദേവിയാണ്, താനാണ്, ഞാൻ ഇനി കള്ളു കുടിക്കില്ല. ഒരൊറ്റ തവണത്തേക്ക് ഞാൻ ക്ഷമിക്കുന്നത്. ഇനി വാക്ക് തെറ്റിച്ച പിന്നെ നന്ദിനി നന്ദിനി എന്നുള്ള വിളി ഉണ്ടാവില്ല. അത് കേൾക്കാൻ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ഓക്കെ? ഓക്കെ. എന്നാലും അനുജത്തിയുടെ വിവാഹ നിശ്ചയല്ലേ? ഇത്രയും ആളുകൾ കൂടുന്നതിനിടയില് ഒന്ന് പിടിച്ചു നിൽക്കാൻ ചെറിയൊരു സ്മോൾ കഴിക്കണം എന്ന് തോന്നുന്നുണ്ടോ? അതിന് തനിക്ക് ഇഷ്ടമല്ലല്ലോ. എനിക്കിഷ്ടാണെങ്കിൽ ഞാൻ അളവ് കണക്കാക്കി 2 ഒഴിച്ചു തന്നാലോ? എങ്കിൽ ഓക്കെ. മിണ്ടിപ്പോരുത്. സത്യം ചെയ്താല് വല്ല കഴമ്പും ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചതാ. വിശ്വസിക്കാനേ കൊള്ളില്ല. അത് അതെ, നമ്മളെ വിശ്വസിക്കാൻ കൊള്ളൂല. ഇവരുടെ ചോദ്യങ്ങളെ വിശ്വസിക്കാൻ കൊള്ളാത്ത.